പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അപ്ലൈഡ് TCA കോഴ്സ് കഴിഞ്ഞ 6 മാസങ്ങളായി നിരവധി പഠന പരിശീലന പരിപാടികൾക്ക് സാക്ഷിയായ നമ്മൾക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവമായി മാറിയിരിക്കുകയാണ് കവിതക്കൊയ്ത്ത്. വാക്കുകൾ സംഗീതമാകുമ്പോൾ, അനുഭവങ്ങൾ കവിതയാകുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുന്ന ഈ മനോഹര യാത്രയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് കവിതക്കൊയ്ത്ത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അപ്ലൈഡ് TCA കോഴ്സിലെ മനോഹരമായ ചില മുഹൂർത്തങ്ങളാണ് ഇപ്പോഴേ പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 34 ദിവസമായി എന്നും രാവിലെ 6 മണിക്ക് ആരെങ്കിലും ഒരാൾ ഒരു കവിതാ ശകലവുമായി എത്തുന്നു. അതൊരു പോസ്റ്ററിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. 1-2 പേരത് ആലപിക്കുന്നു. അതിനുശേഷം ഏതാനും പേര് അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയുന്നു. എത്രയോ മനോഹരമായ ഒരു ഇടപെടലാണ് നടന്നത്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഒരു 3-അംഗ കമ്മിറ്റി പ്രവർത്തിച്ചു. മംഗളേശ്വരി, ഷീബ സദാനന്ദൻ ആൻഡ് JK 3 പേർക്കും അതുപോലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം. നമസ്കാരം. തോമസ് സാർ പരാമർശിച്ച ഈ കവിതാ പരമ്പരയുടെ അണിയറ ശില്പികൾ, ഈ കവിതകൾ എഴുതിയ 34 പേരും ആലപിച്ച 23 പേരും എഡിറ്റിംഗ്, പോസ്റ്റർ നിർമ്മാണം, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യൽ മുതലായ കാര്യങ്ങൾക്ക് എനിക്ക് വളരെ സപ്പോർട്ടായി നിന്ന പ്രിയപ്പെട്ടവരായ ഷീബ ടീച്ചർ, JK, അതുപോലെ കൊല്ലം U3യിലെ ശ്രീ സന്തോഷ് ബാലൻ, ഇവരെല്ലാം ചേർന്നാണ് ഈ പരമ്പരയുടെ ഒരു എടുത്തു പറയത്തക്ക പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കവിത എഴുതിയിട്ടില്ലാത്തവർ കവിത എഴുതി, പാടിയിട്ടില്ലാത്തവർ പാടി എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റർമാർ പോലും അതിൽ നിന്ന് മാറി നിന്നില്ല. അവരും കവിത എഴുതി, കവിത പാടുകയും ചെയ്തു. ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് മുടങ്ങാതെ ആലാപനത്തോടുകൂടി എത്തുന്ന കവിതകൾ എല്ലാ സഹപഠിതാക്കളും ആസ്വദിക്കുകയും വിലയിരുത്തുകയും അവയെ TCA നിയമങ്ങളും ഉൾച്ചേർത്ത് വെച്ച് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തത് ഒരു നല്ല പഠനാനുഭവമാണ് സമ്മാനിച്ചത്. റംസാൻ പിറവിയുടെ പുണ്യദിനമായ മാർച്ച് 21 മുതൽ 10-ാമതയമായ ഏപ്രിൽ 23 വരെ നീണ്ട ഈ കവിതക്കൊയ്ത്ത് നല്ല ഒരു അനുഭവം എല്ലാവർക്കും സമ്മാനിച്ചു. ഒപ്പം നിന്ന എല്ലാവർക്കും സ്നേഹം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് റേഡിയോ ശലഭവാണിയുടെ ചീഫ് എഡിറ്റർ എന്ന രീതിയിലല്ല, അപ്ലൈഡ് TCA കോഴ്സിന്റെ ഒരു പഠിതാവ് എന്ന നിലയിലാണ്. MG യൂണിവേഴ്സിറ്റി U3യുടെ കൂടെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 3-ലേറെ വർഷങ്ങളായി. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ കൂട്ടായി, എൻ്റെ ചങ്ങാതിയായി ഉള്ള ഒരു പ്രസ്ഥാനമാണ് MG യൂണിവേഴ്സിറ്റി ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ. അതിലൂടെ ഉടലെടുത്തതാണ് റേഡിയോ ശലഭവാണി. അതിന്റെ ചീഫ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ റേഡിയോ നമ്മുടേതായിരിക്കും. ഞാൻ ആണോ അല്ലയോ എന്ന് തിരക്കിയിട്ടില്ല, ആയിരിക്കും, ആകാനാണ് സാധ്യത. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നത് നമ്മൾ അപ്ലൈഡ് കോഴ്സിനകത്ത് 30 ദിവസമായിട്ട് ഒരു കവിത കൊയ്ത്ത് നടക്കുന്നുണ്ട്. ആ കവിത കൊയ്ത്ത് വിഭാവനം ചെയ്തത്, ഡിസൈൻ ചെയ്തത്, ഓരോരുത്തരും കവിതകൾ എഴുതുന്നു. അവർ അത് ശ്രീമതി മംഗളേശ്വരിയെ ഏൽപ്പിക്കുന്നു. മംഗളേശ്വരിയും ഷീബ മൈഥിലിയും ഞാനും അടങ്ങുന്ന ഒരു ടീമാണ് അതിനെ നോക്കുന്നത്. അതിനെ ഒന്ന് ശരിയായി ചിട്ടപ്പെടുത്തി ആണോ, എന്തെങ്കിലും കൂട്ടണോ, കുറയ്ക്കണോ, എന്തെങ്കിലും ശരിയാക്കണോ എന്നൊക്കെ നോക്കുന്നത്. അങ്ങനെയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും വളരെ കഴിവുള്ളവരാണ്, സിദ്ധികളുള്ളവരാണ്. ഇങ്ങനെ കവിതകൾ 30 ദിവസമായി നമ്മൾ പ്രക്ഷേപണം ചെയ്തു. എന്റെ സന്തോഷം എന്താന്ന് വെച്ചാൽ, ഈ 30 ദിവസവും നമ്മൾ 30 പോസ്റ്ററുകളിലൂടെയാണ് ഈ കവിതകളെ അവതരിപ്പിച്ചത്. അപ്പൊ പോസ്റ്റർ ക്രിയേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഷീബയ്ക്കും അതെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത് എടുത്തുകൊണ്ട് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്ത്, അത് പോസ്റ്ററിനകത്തുകൂടിയാണ് ഈ കവിത വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു വായിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ കവിതകളെ പാടിയും പറഞ്ഞും
ചൊല്ലിയും അവതരിപ്പിച്ചവരും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്, ഞാനടക്കം. അതിലെ ഏറ്റവും നല്ല കവിതകളെ നമ്മൾ റേഡിയോ ശലഭവാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുമുണ്ട്. അർദ്ധനഗ്നനോടൊപ്പം അത്താഴപ്പട്ടിണിക്കാരനും ഊന്നുവടികളില്ലാതെ കൂനിപ്പോയ കാലം. ചരിത്രം മാറ്റി വരയ്ക്കുന്നവർ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടുറങ്ങുന്നവനും ഉണ്ണാതുറങ്ങുന്നവനും ഉള്ളുലയ്ക്കുന്ന ഉയിർ പകുക്കുമ്പോൾ അടിച്ചമർത്തലിന്റെ ഉപ്പുമല തട്ടി മുറിഞ്ഞ ജീവിതങ്ങൾ. പ്രിയമുള്ളവരെ, നമസ്കാരം. ഒരു കവിത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ മാത്രമല്ല കാണുന്നത്, അതിൻ്റെ പിന്നിലെ ഹൃദയമിടിപ്പുകളും ജീവിതത്തിൻ്റെ നിശബ്ദ സത്യങ്ങളും കൂടിയാണ് അനുഭവിക്കുന്നത്. ഈ കവിത കൊയ്ത്ത് നമ്മളെ പഠിപ്പിച്ചത് ചിന്തിക്കാൻ, എഴുതാൻ, അനുഭവങ്ങളെ വാക്കുകളാക്കാൻ, ഒരാളുടെ മനസ്സ് കേൾക്കാൻ. അതിലും മേലെ TCA കണ്ണടയിലൂടെ ജീവിതത്തെ നോക്കുമ്പോൾ ഓരോ അനുഭവവും ഒരു പഠനമാകുന്നു, ഓരോ മനുഷ്യനും ഒരു കവിതയാകുന്നു, ഓരോ ദിവസവും പുതിയൊരു തിരിച്ചറിവായി മാറുന്നു. ഈ സൃഷ്ടിയാത്രയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും മനസ്സുകൾ കോർക്കുന്ന വരികളുമായി, പുതിയ ചിന്തകളുമായി വീണ്ടും നമുക്കൊന്നിക്കാം. അതുവരെ വാക്കുകളെ സ്നേഹിക്കൂ, ചിന്തകളെ ചേർത്ത് പിടിക്കൂ, ജീവിതത്തെ കവിതയാക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.